നമസ്കാരം. ഷാഫി പറമ്പലിന്റെ തലയ്ക്ക് അടിയേറ്റ സംഭവത്തിൽ പൊതുജനങ്ങൾക്ക് പ്രതികരിക്കുവാൻ ഒരു പൊതുവേദി എന്നൊരു പ്രോഗ്രാം ഒരു ചാനൽ നടത്തുന്നുണ്ട്. അതിലേക്ക് വിളിക്കുവാൻ പൊതുജനങ്ങൾക്ക് അവസരവുമുണ്ട്. തിരുവനന്തപുരത്ത് കുരിശുമലയിൽ നിന്ന് ഇത്തരത്തിലൊരു കോൾ വന്നു. ഷാഫി പറമ്പിൽ അവന്റെ തലയിൽ അടിച്ചു എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അതിന്റെ മൂക്കിൽ നിന്ന് എങ്ങനെയാണ് സാർ ചോര വന്നത്? ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാമോ പ്ലീസ് എന്നായിരുന്നു ആ ചോദ്യം. വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു വിവരദോഷം അതിൽ നിന്ന് വന്ന ഒരു ചോദ്യം. പക്ഷെ ആ ചോദ്യത്തിന് മാധ്യമപ്രവർത്തകൻ വളരെ രസകരമായി തന്നെ ഒരു മറുപടി കൊടുത്തു. ഒരു വലിയ ചുറ്റിയല്ലോ, ഏതെങ്കിലും ഒരു വലിയ തടിയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇത്തരത്തിൽ കനത്തിൽ താങ്കളുടെ തലയിൽ ഒന്ന് ആഞ്ഞടിച്ചു നോക്കുക. അപ്പോൾ തലയ്ക്കടിച്ചാൽ മൂക്കിൽ നിന്ന് ചോര വരുമോ ഇല്ലയോ? നല്ലൊരു അടിപൊളി മറുപടി. ഇനി ഇതിനപ്പുറം നല്ലൊരു മറുപടി ഉണ്ടോ ആ ചോദ്യത്തിന് എന്നൊന്നും അറിയില്ല. പക്ഷെ തലയ്ക്കടിച്ചപ്പോൾ എങ്ങനെയാണ് മൂക്കിൽ നിന്നും ചോര വന്നതെന്ന് ന്യായമായിട്ടുള്ള ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി ഇത് കൃത്യമാണ്. നിങ്ങൾ ചെന്നൊരു ചുറ്റിയലോ തടിയോ എല്ലാം എടുത്തു വെച്ച് നിങ്ങളുടെ തലക്കിട്ടൊന്ന് അടിച്ചു നോക്കുക. ശക്തിയായിട്ട് തന്നെ അടിച്ചു നോക്കണം. എവിടെ നിന്നാണ് രക്തം ചാടുന്നതെന്ന് അപ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ ആ മാധ്യമപ്രവർത്തകൻ പറഞ്ഞത് ആ ചോദ്യത്തെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും ആ അന്തംകമ്മിക്ക് ഇല്ലായിരുന്നു എന്നതാണ് സത്യം. ഇത്രയും വിവരദോഷമുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ എത്രത്തോളം വിവരദോഷികളാണ് ഉള്ളത് എന്നുകൂടി നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇത്തരത്തിലൊരു സംഭവം. എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ നമുക്ക് അന്തംകമ്മി എന്ന് വിളിക്കേണ്ടി വരുന്നതെന്ന് പോലും ചിന്തിക്കാനുള്ള ഒരു ബോധം പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇത്തരത്തിൽ ആ ഒരു മറുപടി കിട്ടുമ്പോൾ തന്നെ ശരി സാർ എന്നാണ് അയാൾ മറുപടി പോലും പറയുന്നത്. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പല ട്രോളുകളൊക്കെ നിറയുകയാണ്. ഷാഫി പറമ്പലിനെതിരെ CPM സഖാക്കൾ ഉയർത്തിയ വാദങ്ങൾ ഒന്നൊന്നായി പൊളിയുമ്പോഴാണ് പുതിയ തത്വങ്ങളുമായി ഇവരൊക്കെ രംഗത്ത് വരുന്നത്. ആദ്യം ഷാഫിയെ പോലീസ് മർദ്ദിച്ചിട്ടില്ല എന്ന കഥയാണ് ഇറക്കിയത്. അത് പൊളിഞ്ഞപ്പോൾ ഷാഫിയുടെ ആശുപത്രി ചിത്രങ്ങളുമായാണ് രംഗത്ത് വന്നത്. ഈ താടി മീശയും ഷേവ് ചെയ്യാതെ എങ്ങനെയാണ് ഷാഫി പറമ്പിൽ MP സർജറി ചെയ്ത് ഇത്തരത്തിൽ ഈ ആശുപത്രിയിൽ കിടക്കുന്നത് എന്നാണ് ഇക്കൂട്ടർ സോഷ്യൽ മീഡിയയിലൂടെ ചോദ്യമുയർത്തുന്നത്. ഷാഫിയുടെ സർജറി വ്യാജമാണെന്ന തരത്തിൽ ഇടത് സൈബർ ഹാൻഡിലുകളിൽ നിന്ന് നിരവധി പോസ്റ്റുകളും ട്രോളുകളും ഈ സൈബർ അടുത്ത് നിറഞ്ഞു. എന്നാൽ ബേബി മെമ്മോറിയൽ ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിൻ അടക്കം ഇറക്കിയിട്ടുണ്ട്. എന്നിട്ടും സൈബർ പ്രചാരണത്തിനൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഈ വിഷയത്തിൽ നിഷാൻ പരപ്പനങ്ങാടി ഫേസ്ബുക്കിലിട്ട പോസ്റ്റും സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഈ സർജറി വ്യാജമാണ് എന്നാണ് ഡോക്ടറേറ്റുള്ള അന്തങ്ങൾ തൊട്ട് സൂപ്പർ മാർക്കറ്റിൽ ബൂച്ചറി സെക്ഷനിൽ ഇറച്ചി വെട്ടുന്ന സാധാരണ അന്തങ്ങളുടെ വരെ വാദമെന്നാണ് നിഷാൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. CPMനെ രൂക്ഷമായി തന്നെ വിമർശിച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: താടി മീശയും ഷേവ് ചെയ്യാതെ എങ്ങനെയാണ് ഷാഫിയുടെ സർജറി ചെയ്തത്? ഈ സർജറി വ്യാജമാണെന്നാണ് ഡോക്ടറേറ്റുള്ള അന്തങ്ങൾ തൊട്ട് സൂപ്പർ മാർക്കറ്റിൽ ബുച്ചറി സെക്ഷനിൽ ഇറച്ചി വെട്ടുന്ന സാധാരണ അന്തങ്ങൾ വരെ വാദം. ഇനി വസ്തുത നോക്കാം. കേരളത്തിലെ ഏറ്റവും പ്രമുഖ ആശുപത്രികളിലൊന്നായ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം ഷാഫിയെ പരിശോധനയ്ക്ക് വിധേയനാക്കിയപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത് മൂക്കിന്റെ പാളത്തിന് പൊട്ടലുണ്ട് എന്നാണ്. ഇത് സർജറി ചെയ്ത് സുഖപ്പെടുത്തുമ്പോൾ സർജറിക്കൽ സ്പോട്ടിന്റെ പരിസരങ്ങൾ അഥവാ താടി മീശയും ഷേവ് ചെയ്യണ്ടേ? ഇതാണ് CPM സൈബർ കോമാളികൾ ചോദിക്കുന്നത്. ബുള്ളറ്റിനിൽ വ്യക്തമായി പറയുന്നുണ്ട്, സാധാരണ ചെയ്യുന്നത് പോലെ പുറത്തേക്ക് മുറിവുണ്ടാക്കുന്ന ഓപ്പൺ സർജറി അല്ല, മറിച്ച് കവണ പോലെ ഒരു സർജിക്കൽ ഉപകരണം മൂക്കിന്റെ അകത്തേക്ക് കയറ്റി ബാഹ്യമായി ഒരു മുറിവും സൃഷ്ടിക്കാത്ത വിധമുള്ള ക്ലോസ്ഡ് റിഡക്ഷൻ സർജറി. പിന്നെ എൻഡോസ്കോപ്പി സർജറി, അതായത് കുഴലിറക്കിയുള്ള ചികിത്സ. ഇവയൊക്കെ വഴിയാണ് നേസൽ ബോൺ, അതായത് മൂക്കിന്റെ പാലം നേരെയാക്കിയത്. സഖാക്കൾ കരുതിയത് ഷാഫിയുടെ മൂക്ക് ഡോക്ടർമാർ 4 പീസാക്കി 4 ട്രേയിൽ വെച്ച് ഒട്ടിയ ഭാഗം സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് തിരികെ സ്ക്രൂ ഇട്ട് മുറുക്കിയെന്നാണ്. മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരോടെങ്കിലും ഒരാളോട് ചോദിച്ചാൽ നിമിഷങ്ങൾ കൊണ്ട് വ്യക്തത വരുത്താനിരിക്കെ സർജറി വ്യാജമാണെന്ന് പറഞ്ഞ് ആശ്വസിച്ചു നടക്കുന്ന സൈബർ അന്തങ്ങളെ സമ്മതിച്ചേ മതിയാകും. വളരെ ശ്രദ്ധിക്കപ്പെട്ട കാര്യം, താടി മീശയും ഷേവ് ചെയ്യാത്ത ഈ സർജറി വ്യാജ സർജറി ആണെന്നും പറഞ്ഞ് ഒരൊറ്റ താത്വിക മെഡിക്കൽ ബുദ്ധിജീവികളും ഇതുവരെ വന്നില്ലെന്നതാണ് ആശ്ചര്യം. കാരണം പല രീതിയിൽ വ്യാഖ്യാനം സാധ്യമായ ചരിത്രവും ആദർശവും പലപ്പോഴായി വളച്ചൊടിച്ച് ഇടത്തേക്ക് ചെരിക്കുന്നത് പോലെ ചെരിക്കാവുന്നതല്ലേ മെഡിക്കൽ വസ്തുതകൾ? കാരണം അതിൽ സാങ്കേതിക യാഥാർത്ഥ്യങ്ങൾക്കാണ് പ്രാധാന്യം. നുണ പറയാൻ പറ്റില്ല.
വട്ടത്തിലും നീളത്തിലും ആഴത്തിലും നാണം കെടും. ഗൈഡിനെ സ്വാധീനിച്ച് PhD നേടിയ സഖാക്കളെ പോലെ പഠിക്കാതെ MBBS നേടിയ അന്തങ്ങളില്ലെന്ന് ഈ നിശബ്ദത കൊണ്ട് ബോധ്യമായി. ഇനി വരുമോ എന്നും അറിയില്ല. സഖാക്കൾക്ക് പരിചയമുള്ള ഷേവ് ചെയ്യാതെ നടക്കുന്ന ഓപ്പൺ സർജറി വടിവാളുകൊണ്ടുള്ള സർജറിയാണ്. അത് പലപ്പോഴായി ചെയ്തിട്ടുമുണ്ട്. മുഖത്ത് 51 വെട്ടുവെട്ടിയ TPയെ കൊന്നപ്പോൾ, ഷുക്കൂറിന്റെ ഇടത്തെ നെഞ്ചിൽ നോക്കി കത്തിയിറക്കി ഒരൊറ്റ കുത്തിന് ജീവൻ തീർത്തപ്പോൾ, ഷുഹൈബിന്റെ കാലിന് വെട്ടി ഞരമ്പ് വലിച്ചെടുത്ത് രക്തമൊഴുക്കി കൊന്നപ്പോൾ എല്ലാം സഖാക്കൾ മെഡിക്കൽ എക്സ്പേർട്ടുകളെ പോലും അതിശയിപ്പിക്കും വിധം കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്തരം അനുഭവ പരിചയങ്ങളെ കാണൂ. അടി കൊണ്ടില്ലെന്ന് ആദ്യം പറഞ്ഞു. ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ചോദിക്കുന്നത് തലയ്ക്ക് കൊണ്ടാൽ മൂക്കിൽ നിന്ന് എങ്ങനെ ചോര? മെഡിക്കൽ ബുള്ളറ്റിൻ വന്നപ്പോൾ പറഞ്ഞത് ഷേവ് ചെയ്യാത്ത സർജറി വ്യാജം. പോലീസിലെ ചിലർ ബോധപൂർവ്വം സംഘർഷത്തിന് ശ്രമിച്ചുവെന്ന് അല്പം മുമ്പ് റൂറൽ SP പറഞ്ഞു. റൂറൽ SPക്ക് പിന്നിൽ ജമാഅത്താന്ന് ഗോവിന്ദൻ മാസ്റ്റർ ഉടനെ പറയും. സഖാക്കളെ വെല്ലുവിളിക്കുന്നു. ഷേവ് ചെയ്യാതെ അങ്ങനെ ഒരു സർജറി ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങളുടെ പാർട്ടി അനുഭാവികളായ ഏതെങ്കിലും മെഡിക്കൽ ഡോക്ടറെ കൊണ്ട് ഒരു പ്രസ്താവന നടത്തിക്കൂ. എന്നിട്ട് ഷാഫിയെയും UDFയെയും നാണം കെടുത്തു. ഇതായിരുന്നു ആ പോസ്റ്റ്. ഇനി നടി സജിത മഠത്തിലും ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. തനിക്ക് തലയിൽ വലിയൊരു ഓപ്പറേഷൻ ചെയ്തിട്ടും മുടി അല്പം മാത്രമേ മുറിച്ചിട്ടുള്ളൂ എന്നാണ് സജിത മഠത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. പുറത്തുനിന്ന് നോക്കിയാൽ തലയിൽ ഇത്രയും വലിയ ഓപ്പറേഷൻ ചെയ്തതായി തോന്നുകയില്ലായിരുന്നുവെന്നാണ് സജിത കുറിക്കുന്നത്. 2019 ബ്രെയിൻ ട്യൂമർ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം വീട്ടിലെത്തിയപ്പോൾ എടുത്ത ഫോട്ടോ പങ്കുവച്ചായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്റെ മുടി ഓപ്പൺ സർജറി ചെയ്ത ഭാഗത്ത് അല്പം മാത്രമേ മുറിച്ചിരുന്നുള്ളൂ. പുറത്തുനിന്ന് നോക്കിയാൽ തലയിൽ ഇത്രയും വലിയ ഓപ്പറേഷൻ ചെയ്തതായി തോന്നുകയുമില്ല. ഓപ്പറേഷൻ വിവാദങ്ങൾ കണ്ടപ്പോൾ വെറുതെ ഓർത്തുപോയെന്ന് മാത്രം. ഇതായിരുന്നു സജിതയുടെ കുറിപ്പ്. പക്ഷേ ഈ ഒരു വിഷയം ചർച്ചയായപ്പോൾ പിന്നീട് ഇവർ ഈ പോസ്റ്റ് പിൻവലിക്കുന്ന ഒരു കാഴ്ചയ്ക്കായിരുന്നു. ഈ മുഴുവൻ സംഭവ പരമ്പരയൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിവരമില്ലാത്ത അഭിപ്രായങ്ങൾ എത്രത്തോളം അപകടകരമെന്നാണ്. സോഷ്യൽ മീഡിയയിലെ വാദപ്രതിവാദങ്ങൾ, അതായത് ട്രോളുകളും പരിഹാസങ്ങളും, ഇവയിൽ പലതും യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ വിശ്വാസങ്ങൾ മാത്രമാണ്. അതും അന്ധവിശ്വാസങ്ങൾ. ഷാഫി പറമ്പിലിന് നേരെ നടന്ന മർദ്ദനവും തുടർന്ന് നടന്ന പ്രചാരണങ്ങളും എല്ലാം ചേർന്ന് ഒരു സത്യത്തെ മറയ്ക്കുവാനുള്ള ശ്രമം. ബേബി മെമ്മോറിയൽ ആശുപത്രി പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം ഉണ്ടായിരുന്നത് സംശയത്തിനിടയില്ല എന്ന്. പക്ഷേ വസ്തുതകളെ മറച്ച് പ്രചാരണങ്ങൾ സൃഷ്ടിക്കുന്നത് ഒരു സമൂഹത്തിന്റെ ബുദ്ധിശക്തിയെയും നിഷ്കളങ്കതയും തന്നെ ചവിട്ടി മെതിക്കുന്നതാണ്. അവസാനമായി പറയേണ്ടത് ഒന്ന് മാത്രമാണ്. രാഷ്ട്രീയ വിരോധം ഉണ്ടാകാം, പക്ഷേ മനുഷ്യരെന്ന നിലയിൽ മറ്റൊരാളുടെ വേദനയെ പരിഹസിക്കുന്നത് നാണക്കേടാണ്. വിവരങ്ങൾ പരിശോധിച്ച് വസ്തുത മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമുക്ക് അഭിപ്രായം പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നാം സ്വയം വിവരദോഷികളുടെ കൂട്ടത്തിൽ ഇടം പിടിക്കുന്നവരാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.